ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡിബിയുടെ മാരേജിനായിട്ട് വയനാട് പോവാണ്. അപ്പോൾ വന്ദേ ഭാരതിന് എറണാകുളം നോർത്ത് നിന്ന് കോഴിക്കോട് വരെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് പിന്നീട് യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് വന്ദേ ഭാരതിൽ ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടിട്ട് തലേന്ന് ട്രെയിനിൽ പോകാമെന്നൊരു കൺഫർമേഷൻ ആയപ്പോഴേക്കും വന്ദേ ഭാരത് ഒരു ഓപ്ഷനായിട്ട് കണ്ടു. അങ്ങനെ ബുക്ക് ചെയ്തു. രാവിലെ 8:30 8:26 എറണാകുളം നോർത്ത് നിന്ന് വന്ദേ ഭാരത് കോഴിക്കോട്ടിലേക്ക്. അപ്പം കറക്റ്റ് ടൈമിന് പ്ലാറ്റ്ഫോമിലെത്തി. ഞങ്ങളപ്പോൾ തലേന്ന് ബുക്ക് ചെയ്തുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. മോർണിംഗിൽ ചാർട്ട് പ്രിപ്പറേഷൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്കും 2 കോച്ചിലായിട്ടാണ് കിട്ടിയത്. ബേബി ഉള്ളതുകൊണ്ടിട്ട് 2 കോച്ചിലായിട്ട് എങ്ങനെ ഇത് ബേബിനെ മാനേജ് ചെയ്യുന്നുള്ളൊരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പറയട്ടെ, വന്ദേ ഭാരതിന് പോയിട്ട് ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. ബേബിക്ക് ആണെങ്കിലും അധികം നോയ്സും ഇല്ലായിരുന്നു അകത്ത്. കംഫർട്ടബിൾ ട്രാവലിംഗ് ആയിരുന്നു. ആ ലഞ്ച് ടേബിൾ താഴെയാക്കി ഞാൻ അവനെ അതിൻ്റെ അകത്ത് ഇരുത്തി. ആൻഡ് ഹി വാസ് സോ ഹാപ്പി വിത്ത് ദ സീനറി. ആൻഡ് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു അങ്ങനെ ഇരുത്തിയത് കൊണ്ടിട്ട്. നമ്മൾ AC ചെയർക്കാരാണ് ബുക്ക് ചെയ്തത്. പെർ ഹെഡ് ഒരു 7:30 ആണ് ആയത്. പിന്നെ ഒരു 2.5 hours ആയിരുന്നു ട്രാവലിംഗ് പറഞ്ഞത്. കോഴിക്കോട് നമ്മളൊരു 11:03 പറഞ്ഞെടുത്ത് 11:15 ആയപ്പോൾ എത്തി. എന്നാലും നമ്മൾ ചാർട്ട് ചെയ്ത രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി ബസ്സിന്. ഐ റിയലി റെക്കമെൻഡ് ഗോയിങ് ഇൻ വന്ദേ ഭാരത് വിത്ത് എ ബേബി. സോ കംഫർട്ടബിൾ റൈഡായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞ് സ്കൈ വാക്ക് വേയിൽ നടക്കണം എന്ന് വാശി പിടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയ ജോക്കുട്ടനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ പോയി. നമ്മളത് ചാർട്ട് ചെയ്തതല്ലെങ്കിലും ഒരാഗ്രഹമുള്ളത് കൊണ്ടിട്ട് അവിടെ നിന്ന് അടുത്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ഒപ്പം ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇപ്പം അടങ്ങിയിരിക്കാൻ പറ്റാത്ത ജോക്കുട്ടിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയറിൽ കയറ്റിയിരുത്തിയ കൊണ്ടിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങൾ. എന്നാലും ഹി വാസ് മാനേജബിൾ. പിന്നെ നല്ല ഡെലീഷ്യസ് ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്ന് മൈസൂർ ബസ്സിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ട്രാവൽ ആരംഭിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ KSRTC ബസ്സിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ട്രാവൽ പോകുന്നത്. ആ പച്ചപ്പും ഹരിതാപ്പവും മേഘങ്ങളും ആ വ്യൂവും സോ ബ്യൂട്ടിഫുൾ. ഒന്നും പറയാനില്ല. സോ ഗ്രേറ്റ്. ജോക്കുട്ടൻ രാവിലെ എണീറ്റത് കൊണ്ടിട്ട് KSRTC കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴേക്കും ഡിബിയുടെ വീടെത്തി. അന്ന് വൈകുന്നേരം റെഡിയായി അത്താഴവും കൂടി മധുരം നുള്ളുന്ന സീനാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഡിബി ഞങ്ങൾക്കൊരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂമിലാണ് സ്റ്റേ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ കുത്തനെയുള്ളൊരു മലയുടെ മുകളിലുള്ളൊരു പള്ളിയിലായിരുന്നു ഡിബിയുടെ കല്യാണം. നമുക്ക് ഈ കുന്നും മലയും കയറി ശീലമില്ലാത്തതുകൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറാൻ, പള്ളി വരെ എത്താൻ. പിന്നെ മണവാട്ടിയുടെ തലേന്നാണ് ബൊക്കേന്ന് വീണ ജിപ്സം ഫ്ലവർ ആറ്റയെ പിടിച്ചുകൊണ്ട് ജോക്കുട്ടൻ അങ്ങാടും ഇങ്ങോട്ട് നടപ്പുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മിന്നിയേട്ടുന്ന സീൻ കാണാം. ഇതാണ് താലി കെട്ടുന്ന സീൻ. നേരെ ഹാളിലേക്ക് പോയി. ഹാളിലേക്ക് ഏതും തൊട്ട് നട്ടവരെ എന്നുള്ള ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഡിബിയും വൈഫും സ്റ്റേജിലേക്ക് എടുക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലബിലെ മെമ്പേഴ്സും എല്ലാവരുമാണ്. ജോക്കുട്ടൻ നിർത്തി ഫോട്ടോ എടുത്തു. അവർ പറഞ്ഞപ്പോൾ ജോക്കുട്ടൻ ആക്ച്വലി പേടിച്ച് പോയി. പിന്നെ ഫുഡ് വന്നിട്ട് ഡിഷായിരുന്നു, ഇലയിലായിരുന്നു. ആദ്യമായിട്ടാണ് ഇലയിൽ ഡിഷ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ അടുത്തും ഗ്രൂമിൻ്റെ അടുത്തും ടാറ്റ ബൈ പറഞ്ഞിറങ്ങി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.